+1 മാത്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓപ്പറേഷൻസ് ഓഫ് സെറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ യൂണിയൻ എങ്ങനെ കണ്ടുപിടിക്കാം, ഇന്റർസെക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, കോംപ്ലിമെന്റ് എങ്ങനെ കണ്ടുപിടിക്കാം, രണ്ട് സെറ്റ്സിന്റെ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതിന്റെ കുറച്ച് എക്സാമ്പിൾസും പറഞ്ഞു. ഇനി അതിന്റെ കൂടുതൽ പ്രോബ്ലംസിലേക്കാണ് നമ്മൾ പോകുന്നത്. പബ്ലിക് എക്സാമിന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഈ പാർട്ടിൽ നിന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാന്നുള്ളതെന്ന് ശ്രദ്ധിക്കുക. നമുക്കിവിടെ യൂണിവേഴ്സൽ സെറ്റ് തരും. ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് u ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6 7 8 a ഈക്വൽ ടു 1 3 7 8 b ഈക്വൽ ടു 2 6 7 5 എന്നാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫൈൻഡ് ഫസ്റ്റ് എ യൂണിയൻ ബി, എ ഇന്റർസെക്ഷൻ ബി, എ മൈനസ് ബി, ബി മൈനസ് എ കോംപ്ലിമെന്റ്, B complement, A union B all complement, A intersection B all complement. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റത്തെ A യൂണിയൻ B എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എ യൂണിയൻ ബി എന്ന് വെച്ചാൽ എയിലെയും ബിയിലെയും എലമെന്റ്സിനെ ഒരുമിച്ച് ചേർത്ത ഒരു സെറ്റിന്റെ ഉള്ളിൽ എഴുതുന്നതാണ് എ യൂണിയൻ ബി. റിപ്പീറ്റഡ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിനെ മൈൻഡ് ചെയ്യേണ്ട, നമ്മൾ ഒരു വട്ടം മാത്രം എഴുതിയാൽ മതി. ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ പറയുകയാണെങ്കിൽ എ യൂണിയൻ ബി ഈക്വൽ ടു എന്തായിരിക്കും വരിക? അതെല്ലാം സെറ്റുകളാണെന്നുള്ള ഓർക്കുക കേട്ടോ. സെറ്റ് നൊട്ടേഷൻ നിർബന്ധം. എ യൂണിയൻ ബി ഈക്വൽ ടു എന്ത് വരും? 1 3 7 8 2 6 7 5 അത് എഴുതാം. അപ്പൊ എങ്ങനെ വരും? 1 3 7 8 2 6 7 നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വീണ്ടും എഴുതേണ്ടതില്ല. 5 ഇതാണ് എ യൂണിയൻ ബി വരിക. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും കോമൺ ആയിട്ട് ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടോ അവരാണ് എ ഇന്റർസെക്ഷൻ ബിയിലെ മെമ്പേഴ്സ്. ഇവിടെ നോക്കൂ, എക്കും ബിക്കും ഏസ് 1 3 7 8 b equal to 2 6 7 5. ഇതിൽ എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള എലമെന്റ് ആരാ? 7. വേറെ ഏതെങ്കിലും എലമെന്റ് കോമൺ ഉണ്ടോ? ഇല്ല. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു സിംഗിൾട്ടൺ സെറ്റ് 7. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് പറഞ്ഞാല് സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ബി ആണ്. എയിലെ എലമെന്റുകളാണ്, പക്ഷെ ബിയിലെ എലമെന്റുകളല്ല. ദാറ്റ് ഈസ് എ എന്ന് പറയുന്ന സെറ്റിൽ ബിയിലെ ഏതെങ്കിലും എലമെന്റ് ഉണ്ടെങ്കിൽ അതിനെ എടുത്ത് കളയുക. അപ്പൊ നമുക്ക് ബാക്കി കിട്ടുന്ന എന്താണോ അതായിരിക്കും എ മൈനസ് ബി. എ എന്ന് പറയുന്ന സെറ്റ് നോക്കൂ, 1 3 7 8. ഇതിൽ ബിയിലെ ഏതെങ്കിലും എലമെന്റ് 2 ഉണ്ട്, അതിന്റെ അകത്ത് ഇല്ല. 6 ഇല്ല. 7 ഉണ്ടോ? 7 ഉണ്ട്. അപ്പൊ ആ 7 മാത്രം നമ്മൾ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുക. ബാക്കി എന്താ ഉണ്ടാവുക വെച്ചാൽ അതായിരിക്കും എ മൈനസ് ബി. അപ്പൊ എന്താ പറയുക? എ മൈനസ് ബി ഈക്വൽ ടു 1 3 8. ഓക്കെ. ഇനി അടുത്തായിട്ട് ബി മൈനസ് എ. ബി മൈനസ് എ ഈക്വൽ ടു ബി മൈനസ് എന്താ വരിക? ബി മൈനസ് എ എന്ന് വെച്ചാൽ ബിയിലെ എലമെന്റ് ആണ്, പക്ഷേ എയിലെ എലമെന്റ് അല്ല. അതായത് ബി എന്ന് പറയുന്ന സെറ്റിൽ എ എന്ന് പറയുന്ന സെറ്റിലെ ഏതെങ്കിലും എലമെന്റ് ഉണ്ടെങ്കിൽ അതിനെടുത്ത് കളയാം. അപ്പൊ എയിലെ എലമെന്റ് ആയിട്ടുള്ള 7 ആണ് ഇതിന്റെ അകത്തുള്ളത്. അതിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്താ വരിക? ബി മൈനസ് എ ഈക്വൽ ടു 2 6 5. That is B minus A. ഇനി അടുത്ത് നമുക്ക് വേണ്ട എ ഡാഷ് ആണ്. എ ഡാഷ് ഈക്വൽ ടു എന്താണ്? യു മൈനസ് എ ആണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സില്. യു മൈനസ് എ എന്ന് വെച്ചാൽ യു എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റ് ഇവിടെ എത്രയാ? 1 മുതൽ 8 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിനെയാണ് നമ്മൾ യു എന്ന് പേരിട്ട് കൊടുത്തേക്കുന്നത് അല്ലെ. അപ്പൊ യു എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന എന്താണോ അതാണ് യു മൈനസ് എ അല്ലെങ്കിൽ
എ ഡാഷ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ വരിക? ഏതാണ്? 1 3 7 8. അപ്പൊ 1 പോട്ടെ, 3 പോട്ടെ, 7 പോട്ടെ, 8 പോട്ടെ. ബാക്കി എന്തൊക്കെയുണ്ട്? അതാണ് എ ഡാഷ് വരിക. ഏതൊക്കെയാ വരിക? 2 4 5 6. ഇതാണ് എ ഡാഷ് എന്ന് പറയുന്നത്. ഇനി ബി ഡാഷ്. ബി ഡാഷ് എന്താ? ഇതുപോലെ തന്നെ യു മൈനസ് ബി ആണ് ബി ഡാഷ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ വരും? ബിയിലെ എലമെന്റ്സ് 2 6 7 5. ഈ എലമെന്റ്സിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 2നെ കളയാം, 6നെ കളയാം, 7നെ കളയാം, 5നെ കളയാം. ബാക്കി ആരൊക്കെയുണ്ട്? യു മൈനസ് ബി എന്ന് പറയുമ്പോ ബി ഡാഷില് 1 3 4 8. ഇതാണ് ബി ഡാഷ് വരിക. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് എ യൂണിയൻ ബി ഓൾ ഡാഷ് ആണ്. എപ്പോഴും ഏതിന്റെയാണ് നമുക്ക് കോംപ്ലിമെന്റ് കാണേണ്ടത് അതിനെ മാത്രം യുവിൽ നിന്ന് ഒഴിവാക്കുക. അതാണ് കോംപ്ലിമെന്റ്. അതെ, ഏത് സെറ്റിന്റെ ആണോ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കേണ്ടത് ആ സെറ്റിനെ മാത്രം, അല്ലെങ്കിൽ ആ സെറ്റിലെ എലമെന്റ്സിനെ മാത്രം യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ഒഴിവാക്കി കഴിഞ്ഞാൽ അതായിരിക്കും എന്താ സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് എ ഡാഷ് നമ്മൾ കണ്ടു, ബി ഡാഷ് കണ്ടു. ഇനി അടുത്തതായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ യൂണിയൻ ബിയുടെ ഡാഷ് ആണ്. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് ആണ്. അപ്പൊ നമ്മൾ ഒഴിവാക്കേണ്ടത് ആരെയാണ്? എ യൂണിയൻ ബി. അപ്പൊ എ യൂണിയൻ ബി എത്രയാണ് നമ്മൾ കണ്ടിട്ടുണ്ട്? 1 3 7 8 2 6 5. അപ്പൊ അവരെ മുഴുവൻ ഇതിൽ നിന്ന് യുവിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എന്താണ് കിട്ടുന്നത് വെച്ചാല് അതാണ് എ യൂണിയൻ ബിയുടെ ഡാഷ്. 1 പിന്നെ 3 then 7 8 2 6 5. ഇനി നമ്മൾ ടിക്കിടാത്ത ആര് മാത്രമേ ഉള്ളൂ? 4 മാത്രമേ ഉള്ളൂ. അപ്പൊ എ യൂണിയൻ ബി ഡാഷ് ഓൾ ഡാഷ് ഈക്വൽ ടു സിംഗിൾട്ടൺ സെറ്റ് 4. ഓക്കെ. ഇനി അടുത്ത എ ഇന്റർസെക്ഷൻ ബി ഡാഷ് ആണ് നമുക്ക് വേണ്ടത്. എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എന്താണ് വരിക? എത്രയാണ് നമുക്ക് എ ഇന്റർസെക്ഷൻ ബി കിട്ടിയത്? 7. അപ്പൊ 7 എന്ന് പറയുന്ന ഒരൊറ്റ എലമെന്റിനെ മാത്രം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എന്തൊക്കെയുണ്ടോ അതാണ് എ ഇന്റർസെക്ഷൻ ബിയുടെ ഡാഷ് എന്ന് പറയുന്നത്. 7 എന്ന് പറയുന്ന ഒരൊറ്റ എലമെന്റിനെ മാത്രം റിമൂവ് ചെയ്യുക. ബാക്കി ഏതൊക്കെ വരും? 1 2 3 4 5 6 8. ഇതാണ് എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാല് എയിലെ എലിമെന്റുകളെയും ബിയിലെ എലിമെന്റുകളെയും ഒരുമിച്ച് ചേർത്ത് എഴുതുക. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും കോമൺ ആയിട്ട് ഏതെങ്കിലും എലിമെന്റ് ഉണ്ടെങ്കിൽ അവർ എഴുതുക. അത് തന്നെ അതിനുശേഷം നമ്മൾ എന്താ എഴുതിയത്? എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് വെച്ചാൽ എയിലുണ്ട് ബിയിലില്ല. സോ എയിലെ എലിമെന്റുകളിൽ ഏതെങ്കിലും ബിയിലെ എലിമെന്റ് കയറിയിട്ടുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റിൽ ബിയിലെ എലിമെന്റുകൾ കയറിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കി കഴിഞ്ഞ് ബാക്കി എഴുതാം. ബി മൈനസ് എ എന്ന് വെച്ചാൽ ബി എന്ന് പറയുന്ന സെറ്റിൽ എയിൽ ഏതെങ്കിലും എലിമെന്റ് ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കിയിട്ട് ബാക്കി എഴുതുക. ഇനി എ ഡാഷ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് യു മൈനസ് എ ആണ്. യു മൈനസ് എ എന്ന് വെച്ചാൽ യു എന്ന് പറയുന്ന വലിയ സെറ്റ് ആയിട്ടുള്ള യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ആരെ റിമൂവ് ചെയ്യുക? എയിലെ എലിമെന്റ്സിനെ റിമൂവ് ചെയ്താൽ നമുക്ക് എ ഡാഷ് കിട്ടും. ബി ഡാഷ് കിട്ടണമെങ്കിൽ യു മൈനസ് ബി ആണ് ബി ഡാഷ്. അതായത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് നമ്മൾ ആരെ റിമൂവ് ചെയ്യണം? ബിയിലെ ഏതെങ്കിലും എലിമെന്റ്സ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്താൽ നമുക്ക് ബി ഡാഷ് കിട്ടും. ദെൻ എ യൂണിയൻ ബി ഓൾ ഡാഷ് കണ്ടുപിടിക്കണമെങ്കിൽ യു എന്ന് പറയുന്ന സെറ്റിൽ നിന്നും എ യൂണിയൻ ബി ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, അതിനെ റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ യൂണിയൻ ബി ഡാഷ് കിട്ടും. ഇനി എ ഇന്റർസെക്ഷൻ ബി ഡാഷ് കിട്ടണമെങ്കിൽ എ ഇന്റർസെക്ഷൻ ബിനെ യുവിൽ നിന്ന് റിമൂവ് ചെയ്യുക. ഓക്കെ. എങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെൻ ഡയഗ്രത്തിലൂടെ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതൊന്ന് നോക്കാം. നമ്മൾ ആദ്യം യൂണിവേഴ്സൽ സെറ്റ് വരയ്ക്കുന്നു. വെൻ ഡയഗ്രത്തിൽ ഇങ്ങനെയാണ് യൂണിവേഴ്സൽ സെറ്റ് വരയ്ക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ എയും ബിയും എ ബി. ഏത് വെൻ ഡയഗ്രം വരയ്ക്കുമ്പോഴും ഇനി അടുത്ത ടൈപ്പുള്ള പ്രോബ്ലത്തിൽ നമ്മൾ വെൻ ഡയഗ്രം വരച്ചിട്ടൊക്കെ ചെയ്യും. അപ്പൊ ഏത് വെൻ ഡയഗ്രം വരയ്ക്കുമ്പോഴും ആദ്യം എഴുതേണ്ടത് ഇന്റർസെക്ഷനിൽ വരുന്ന എലമെന്റ്സിനെയാണ് നമ്മൾ ആദ്യം എഴുതുക. ഇവിടെ എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള എലമെന്റ് നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ ഏതാ കിട്ടിയത്? 7 ആണ് കിട്ടിയത് അല്ലെ? 7 എഴുതി. വേറൊരു എലമെന്റ് കോമൺ ഉണ്ടായില്ല. ഇവിടെ നോക്കുക, എ എന്ന് പറയുന്ന സെറ്റ് ആരൊക്കെയാ?
1 3 7 8 അല്ലെ. എ എന്ന് പറയുന്നത് ഈ കംപ്ലീറ്റ് സർക്കിളാ. ഈ സർക്കിളിന്റെ ഫുൾ ഏരിയ നോക്കുക കേട്ടോ. ഈ കംപ്ലീറ്റ് ഏരിയ ആണ് എ എന്ന് പറയുന്നത്. അപ്പൊ എ എന്ന് പറയുന്നത് 7 ഓൾറെഡി നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് എഴുതാൻ ആരൊക്കെ ബാക്കിയുള്ള 1 3 8. ഓക്കെ, 1 3 8 7 എയിലെ മെമ്പേഴ്സ് കംപ്ലീറ്റ് ആയി. ദെൻ ബി ശ്രദ്ധിക്കുക. ബി എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഈ കംപ്ലീറ്റ് സർക്കിൾ ആണ്. ഓൾറെഡി 7 നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഏതാ എഴുതാനുള്ളത്? 2 ഇതാണ് ബി എന്ന് പറഞ്ഞത്. 2 6 5 2 6 5. ഓക്കെ, ഇത് പറയാൻ കാരണം ചിലപ്പോൾ നമുക്ക് വെൻ ഡയഗ്രം ആയിരിക്കും തന്നിട്ടുണ്ടാവുക. എന്നിട്ട് അതിന്റെ അകത്തുനിന്നാണ് നമ്മൾ ഇങ്ങനെ തന്നതിന് പകരം ഇങ്ങനെ വെൻ ഡയഗ്രം ആക്കി തന്നിട്ട് നമ്മളോട് അതിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ എഴുതാൻ പറയും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം എന്തൊക്കെയാണ് ഈ സംഭവങ്ങൾ. എന്നാൽ മാത്രമേ അതിൽ നിങ്ങൾക്ക് എടുത്ത് എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി നോക്കൂ, യു എന്ന് പറയുന്നത് ഈ കംപ്ലീറ്റ് റെക്ടാംഗിൾ ഷേപ്പിലുള്ള ഈ കംപ്ലീറ്റ് ഈ ഭാഗം ഫുള്ള് വരും കേട്ടോ. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മള് ഇത്രയും എലമെന്റ്സ് ഇതൊക്കെ യുവിന്റെ ഭാഗമാണ് കേട്ടോ. ഈ പറയണ ഇതൊക്കെ യുവിന്റെ ഭാഗങ്ങളാണ്. അതിൽ തന്നെ ഡിവിഷൻസ് വന്നിട്ടുള്ളതാണ് എയും ബിയും ഇന്റർസെക്ഷൻ ഒക്കെ. അപ്പൊ ഇതില് യുവില് 1 3 7 8 2 6 5 ഓൾറെഡി നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ എഴുതാൻ നമ്പർ ഏതൊക്കെയാ? 1 എഴുതി, 2 എഴുതി, 3 എഴുതി, 4 എഴുതിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ 4 എവിടെ ആയിരിക്കും വരിക? ഇതിന്റെ പുറത്ത് 4 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, ഇനി എന്ത് 8 ഉണ്ട്. അപ്പൊ നോക്കൂ, ഈ പുറത്ത് ആര് മാത്രമേ ഉള്ളൂ? 1 2 3 4 5 6 7 8 നമ്മളെ യു കംപ്ലീറ്റ് ആയി അല്ലേ. ഇനി ഈ ഭാഗം എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ ഈ പടം തന്നിട്ട് ഇതിന്റെ അന്ന് ഇതൊക്കെ കണ്ടുപിടിച്ച് എഴുതാൻ പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യം ടീച്ചർ പറയണേ. എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 7 ഈ നടുഭാഗം. ഓക്കെ, എ മൈനസ് ബി എന്ന് പറഞ്ഞാല് എയുടെ ബി ഇല്ലാത്ത ഭാഗം. നന്നായി മനസ്സിലാക്കുക. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയുടെ ബി ഇല്ലാത്ത ഭാഗം. എ എന്ന് പറയുന്നത് ഈ കംപ്ലീറ്റ് സർക്കിളാ. ഇതിന്റെ ബി ഇല്ലാത്ത ഭാഗം, ബിയുടെ ഒരു ഭാഗം കയറ്റി വെച്ചിട്ടുണ്ട് എയുടെ മേത്ത് അല്ലെ, ഈ ഭാഗം അതില്ലാത്തത് അതെന്താ വരിക? 1 3 8. ഓക്കെ, ദെൻ ബി മൈനസ് എ. ബി മൈനസ് എ എന്ന് വെച്ചാല് ബിയുടെ എ ഇല്ലാത്ത ഭാഗം ഏതാ വരിക? ബി ഇതാണ്. എയുടെ ഭാഗം കയറി കിടക്കുന്നതാ ഈ ഭാഗം. ഇല്ലാത്തത് ഏതാ വരിക? 2 6 5. ഓക്കെ, ഇനി എ ഡാഷ്. എ ഡാഷ് എന്ന് വെച്ചാല് യു എന്ന് പറഞ്ഞത് കംപ്ലീറ്റ്. അതിന്റെ അകത്ത് എനെ മാത്രം നമ്മൾ ഒഴിവാക്കുക. ഇതാ എനെ കംപ്ലീറ്റ് ഒഴിവാക്കുക. ബാക്കി എന്തൊക്കെയുണ്ടോ അത്. എ ഡാഷ് എന്ന് വെച്ചാല് എ എന്ന് പറയുന്ന സർക്കിളിനെ മാത്രം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എന്തൊക്കെ വരും എന്നുള്ളത് നോക്കിയേ. ബാക്കി എന്തൊക്കെ ഉണ്ടാവും? 4 2 6 5 ഇതാണ് എ ഡാഷ്. ഇനി ബി ഡാഷ് എന്താ വരിക? ബി ഡാഷ് പറയുമ്പോ ബി എന്ന് പറയണ ഈ കംപ്ലീറ്റ് സർക്കിളിനെ മാത്രം ഒഴിവാക്കുക. അല്ലെങ്കിൽ പൊത്തി പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി എന്തൊക്കെ ഉണ്ടാവും? 1 3 8 4. ഓക്കെ, അപ്പൊ എ ഡാഷ് ആയി, ബി ഡാഷ് ആയി. ഇനി എ യൂണിയൻ ബി ഓൾ ഡാഷാ. എ യൂണിയൻ ബി ഓൾ ഡാഷ് എന്ന് വെച്ചാൽ എന്താ? എ യൂണിയൻ ബി എന്ന് പറയുന്നത് ഈ കംപ്ലീറ്റ് ഈ രണ്ട് സർക്കിളിനെയും കൂട്ടിച്ചേർത്ത് വരച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇത്രയും ഭാഗമാണ് എ യൂണിയൻ ബി കംപ്ലീറ്റ്. ഈ കംപ്ലീറ്റ് ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? എ യൂണിയൻ ബി ഓൾ ഡാഷ്. എ യൂണിയൻ ബി എന്ന് പറയാം. ഈ എ യൂണിയൻ ബിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എ യൂണിയൻ ബിയുടെ ഡാഷ്. ആര് മാത്രമേ വരുള്ളൂ? സിംഗിൾട്ടൺ സെറ്റ് 4 മാത്രം. ഓക്കെ, ഇനി എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് എന്ന് പറഞ്ഞാല് എ ഇന്റർസെക്ഷൻ ബി ഏത് ഭാഗമാണ്? എ ഇന്റർസെക്ഷൻ ബി എന്ന് ശ്രദ്ധിക്കൂ. ഇതാ ഈ ഭാഗമാണ് എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ എ ഇന്റർസെക്ഷൻ ബിനെ മാത്രം ഒഴിവാക്കി കളഞ്ഞാൽ കിട്ടുന്നതാണ് എ ഇന്റർസെക്ഷൻ ബിയുടെ ഡാഷ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ വരും? ഇത് എ ഇന്റർസെക്ഷൻ ബി, അതിന്റെ ഡാഷ് എന്ന് പറയുമ്പോൾ ഈ ഷെയ്ഡ് പോർഷൻ മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കി റെക്ടാംഗിളിന്റെ ഉള്ളിൽ എന്തൊക്കെ കാണുന്നോ അത് മുഴുവനും. അപ്പൊ ഏതൊക്കെ വരിക? 1 3 8 2 6 5 4. ഇതാണ് എന്ത് വരിക? എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് വരിക. ഓക്കെ, അടുത്തായിട്ട് നോട്ട് ചെയ്യേണ്ട വൺ വേർഡിന് ചോദിക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ടീച്ചർ ഇവിടെ എഴുതിയിരിക്കുന്നത്. എ ഇന്റർസെക്ഷൻ 5 ഈക്വൽ ടു എ ആയിരിക്കും അല്ലെ. എ യൂണിയൻ 5 ഈക്വൽ ടു എ ആയിരിക്കും. എ ഇന്റർസെക്ഷൻ 5 ഈക്വൽ ടു 5 ആയിരിക്കും. എ യൂണിയൻ എ ഡാഷ് ഈക്വൽ ടു യു യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. എ ഡാഷ് ഓൾ ഡാഷ് എന്ന് പറയുന്നത് എ ആയിരിക്കും.
ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയതും നമ്മൾ ഒരുപാട് മനസ്സിൽ ഉറപ്പിച്ചു നിർത്തേണ്ടതുമായിട്ടുള്ള ഒരു ലോ ആണ്. ദാറ്റ് ഈസ് കോൾഡ് ഡി മോർഗൻസ് ലോ. വെരി ഇമ്പോർട്ടന്റ്, എക്സാമിന് ചോദിക്കാറുണ്ട്, ഇതിന്റെ വെരിഫിക്കേഷൻ ചോദിക്കാറുണ്ട്. അപ്പൊ നന്നായി ശ്രദ്ധിക്കുക. എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. ഇതിനെയാണ് നമ്മൾ ഡി മോർഗൻസ് ലോ എന്ന് പറയുന്നത്. അപ്പൊ എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ, ഇവിടെ യൂണിയൻ ആകുമ്പോൾ ഇവിടെ ഇന്റർസെക്ഷൻ. എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിന്റെ വെരിഫിക്കേഷൻ ചോദിക്കാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്തില്ലേ, അത് ക്വസ്റ്റ്യൻ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പൊ യു ഈക്വൽ ടു 1 2 3 4 5 6 7 8. അതുപോലെ എ ഈക്വൽ ടു 1 2 4 6, ബി ഈക്വൽ ടു 1 3 4 എന്നാണ് വിചാരിക്കുക. നമുക്ക് ഇതാണ് വെരിഫൈ ചെയ്യേണ്ടത്. എ യൂണിയൻ ബി ഓൾ ഡാഷ് വെൻ ഡയഗ്രത്തിൽ ചെയ്യാം. ഇപ്പൊ കുറച്ച് ടീച്ചർ വെൻ ഡയഗ്രം വരയ്ക്കണം. കോമൺ എലമെന്റ്സ് ആരൊക്കെയാ? 1 ഉം 4 ഉം അല്ലേ? അതല്ലേ ഉള്ളു കോമൺ. അപ്പൊ അത് ആദ്യം എഴുതാം 1 ഉം 4 ഉം. ബാക്കി എയിൽ ആരൊക്കെ ഉണ്ട്? 2 ഉം 6 ഉം. ബിയിൽ ആരൊക്കെ ഉണ്ട്? 3 മാത്രം അല്ലേ? പിന്നെ 1 2 3 4 കഴിഞ്ഞു. ബാക്കി എന്തൊക്കെ നമ്മൾ ഇനി ഔട്ടറിൽ എഴുതാനുണ്ട്? ഇത് എ, ഇത് ബി. ബാക്കി ഏതൊക്കെ എലമെന്റ്സ് നമുക്ക് ഇനി എഴുതാൻ ബാക്കിയുണ്ട്? 1 2 3 4 5 6 ഇവിടെ ഉണ്ട്, 7 8. ഓക്കെ, ഇനി നമുക്ക് എഴുതാം എ യൂണിയൻ ബി ഓൾ ഡാഷ് എന്താണ്? എ യൂണിയൻ ബി ഓൾ ഡാഷ്. എ യൂണിയൻ ബി ഞാൻ പറഞ്ഞു, ഈ എയും ബിയും കംപ്ലീറ്റ് ആണ് എ യൂണിയൻ ബി, ഇത്രയും ഭാഗം. ബാക്കി എ യൂണിയൻ ബി ഓൾ ഡാഷ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? 5 7 8. ഓക്കെ, ഇനി എ ഡാഷ് നോക്കുക. എ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് എന്ന് വെച്ചാൽ എ എന്ന് പറയുന്നത് 1 2 3 1 2 6 4 ആണ് എ എന്ന് പറയുന്നത്. ഇതിനെ കംപ്ലീറ്റ് ഇത്രയും ഭാഗം പോയി കഴിഞ്ഞാൽ ബാക്കി എന്തൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്? 3 5 7 8. ഇനി അടുത്ത ബി ഡാഷ്. ബി ഡാഷ് ഏതൊക്കെ വരും? ബി എന്ന് പറഞ്ഞാൽ ഈ കംപ്ലീറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 2 6 5 7 8. ഇതാണ് ബി ഡാഷ് വരുന്നത് അല്ലേ? അപ്പൊ നമുക്ക് നിലവില് എ ഡാഷ് കിട്ടി, ബി ഡാഷ് കിട്ടി, എ യൂണിയൻ ബി ഓൾ ഡാഷ് കിട്ടി. നമുക്ക് ചെക്ക് ചെയ്യേണ്ട എന്താ? എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് കിട്ടും. നോക്കുക, എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ഈക്വൽ ടു എ ഡാഷ് നമ്മുടെ കയ്യിലുണ്ട്, ബി ഡാഷ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ രണ്ടിന്റെ ഇന്റർസെക്ഷൻ ഏതാ വരെ? നമുക്ക് 3 ഉണ്ട്, അതിൽ ഇല്ല. 5 ഉണ്ടോ? 5 ഉണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പൊ 5 ആയി, 7 ആയി, 8 ആയി. ഓക്കെ, എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ഈക്വൽ ടു 5 7 8. എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു 5 7 8 implies എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. വെരിഫൈഡ് ആയി അല്ലേ? ഇനി സെക്കൻഡ് പാർട്ട് ഒന്ന് നോക്കുക. സെക്കൻഡ് പാർട്ട് എങ്ങനെയാണ് വരാനുള്ളത് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് വേണ്ടത് എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് കണ്ടുപിടിക്കുക. എ ഇന്റർസെക്ഷൻ ബി ഏതാ? ഈ 1 4 മാത്രല്ലേ? എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് എന്ന് വെച്ചാൽ ഈ 1 4 പൊത്തി പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി എന്തൊക്കെ ഉണ്ടോ അതെല്ലാമാണ് എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് എന്ന് പറഞ്ഞാല്. ഏതൊക്കെ വരും? 2 6 3 5 7 8. ഓക്കെ, എ ഡാഷ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ബി ഡാഷ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. രണ്ടിന്റെ യൂണിയൻ എ ഡാഷ് യൂണിയൻ ബി ഡാഷ് ഈക്വൽ ടു എന്താ വരിക? എ ഡാഷ് എന്ന് പറയുന്നത് 3 5 7 8. 3 5 7 8 അല്ലേ? യൂണിയൻ ബി ഡാഷ് എന്ന് പറയുമ്പോൾ ഈ അടുത്ത 2 6
അത്രയല്ലേ വരുള്ളൂ. ബാക്കി 5, 7, 8 ഓൾറെഡി നമ്മൾ എഴുതി കഴിഞ്ഞാണ്. നോക്കൂ 3, 5 ഇതിലത്തെ എല്ലാ എലമെന്റിന്റെ അതിലേക്ക് 2, 6, 3, 5, 7, 8 ഈക്വൽ അല്ലേ. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. ഹെൻസ് ഡി മോർഗൻസ് ലോ വെരിഫൈഡ്. ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും വരണ്ടാവുക. നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ തരും, വെൻ ഡയഗ്രാം തരും, അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ യു തരും, എ തരും, ബി തരും. വെരിഫൈ ഡി മോർഗൻസ് ലോ 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് വെരിഫൈ ഡി മോർഗൻസ് ലോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യണം? എ യൂണിയൻ ബി കണ്ടുപിടിക്കുക, എ യൂണിയൻ ബി ഓൾ ഡാഷ് കണ്ടുപിടിക്കുക, എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കുക, എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് കണ്ടുപിടിക്കുക, എ ഡാഷ് കാണാം, ബി ഡാഷ് കാണാം. ഇതുപോലെ ചെയ്ത് ഫൈനലൈസ് ചെയ്ത് അതിന്റെ വെരിഫിക്കേഷൻ നടത്താം. ഓക്കെ.